നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഐക്യ കേരളം രൂപപ്പെട്ടതുകൊണ്ട് ആ കാലഘട്ടം മുതൽ EMS സർക്കാരിന്റെ മന്ത്രിസഭ എടുത്ത വികസന പദ്ധതികളുടെ ഒരു തുടർച്ചയാണ് ഇന്ന് പിണറായി സർക്കാരിൽ വന്നു നിൽക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഇടയിലുണ്ടായിട്ടുള്ള ഇടർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. 5 കൊല്ലം കൂടുമ്പോൾ UDF വരികയും 15 കൊല്ലം വരുമ്പോൾ LDF വരികയും ചെയ്യുമ്പോൾ ആ LDFന്റെ വികസന തുടർന്ന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തൊരവസ്ഥ ഈ രാജ്യത്ത് സംജാതമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം, കാർഷിക രംഗത്തേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ആദ്യമായിട്ട് EMS സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികൾ, കാർഷിക നയങ്ങളാണ് പിൽക്കാലത്ത് നമ്മളിങ്ങനെ തുടർന്നു പോന്നിട്ടുള്ളത്. ഇന്ന് UDFന്റെ ഭരണകാലത്ത് LDF സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് 2016 1 ലക്ഷം ഹെക്ടർ ഭൂമിയാണ് കാർഷിക മേഖലയിലേക്ക് കേരളത്തിലായിട്ടുണ്ടായിരുന്നത്. പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം അത് 3.5 ലക്ഷം ഹെക്ടറിലേക്കായി വർദ്ധിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തുള്ള കൃഷിയിടങ്ങൾ ഇപ്പൊ നമ്മുടെ കുട്ടികൾ പോലും, അമ്മമാരും മറ്റുള്ള എല്ലാ ജനങ്ങളും കൃഷിയിലേക്ക് തിരിയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ദർശിക്കാൻ കഴിയും. എന്തുകൊണ്ടിട്ടാണ് ആ കൃഷിയിലേക്ക് നമുക്ക് ഇന്ന് ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതി ഭക്ഷണമാണ്. നമുക്കത് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും അത്തരത്തിലുള്ള ഭക്ഷണ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട രീതിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ രാജ്യത്ത് അത്തരത്തിലുള്ള ചർച്ച കൊണ്ടുവന്നിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. നമുക്കറിയാം, UDF ഈ കാലഘട്ടത്തിൽ ഭരിച്ചപ്പോഴെല്ലാം ഏതെങ്കിലും ഒരു വികസന ചർച്ച അവരുടെ സമിതിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ദർശിച്ചു നോക്ക്. ഒന്നും തന്നെയില്ല. ഇടതുപക്ഷം എന്നാണ്